പല വെയിറ്റ് ലോസ് എക്സസൈസ് ഒക്കെ ചെയ്തിട്ടും ഡയറ്റ് ചെയ്തിട്ടും ശരീരഭാരം കുറഞ്ഞിട്ട് പോലും വയറ്റിലെ കൊഴുപ്പ് മാത്രം കുറയുന്നില്ല എന്ന് മിക്ക ആളുകളും പരാതി പറയുന്നുണ്ട്. നമസ്കാരം, ഞാൻ ഡോക്ടർ മേഘ്ന വിശ്വനാഥ്. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അടിവയറ്റിലുള്ള കൊഴുപ്പ് കുറയാനായിട്ട് സഹായിക്കുന്ന ചില ഹോം റെമഡീസിനെ കുറിച്ചാണ് പറയാനായിട്ട് പോകുന്നത്. നമ്മൾ ഈ ശരീരഭാരം കുറയ്ക്കുക എന്ന് പറയുന്നത് ഒരിക്കലും നമ്മുടെ ശരീരത്തിന് ഒരു പണിഷ്മെന്റ്, ഒരു ശിക്ഷ കൊടുക്കുന്ന പോലെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമല്ല. നമ്മൾ വളരെ കൃത്യമായിട്ട് ഭക്ഷണം കഴിക്കണം. അതിൻ്റെ കൂടെ ചില മാറ്റങ്ങൾ വരുത്താൻ മാത്രമേ ഉള്ളൂ. കാരണം നമ്മൾ ഒത്തിരി കർശനമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തിയാൽ നമ്മൾ ഒന്നോ രണ്ടോ ദിവസം അത് ചെയ്യാന്നല്ലാണ്ട് ത്രൂ ഔട്ട് കുറെ നാളത്തേക്ക് നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റില്ല. അങ്ങനെ നമ്മൾ ചെയ്തിട്ട് കാര്യമില്ല. നമുക്കൊരു 3 ദിവസം കൊണ്ട് വെയിറ്റ് കുറയ്ക്കാന്ന് പറയുന്നത് സാധ്യമല്ല. കുറച്ച് നാളത്തേക്ക് നമ്മളിത് നമ്മളുടെ ജീവിതശൈലിയുടെ ഭാഗമായിട്ട് കൊണ്ടുപോകേണ്ടതാണ്. അപ്പോൾ ആ ഒരു കാര്യം എപ്പോഴും മനസ്സിൽ വേണം. കൺസിസ്റ്റൻസി വേണം. അതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ ഏറ്റെടുക്കുക. വളരെ കർശനമായിട്ടുള്ള ഡയറ്റും ഭക്ഷണക്രമവും ഒക്കെ ഏറ്റെടുക്കുവാണെങ്കിൽ അത് ഒന്നോ രണ്ടോ ദിവസം കഴിഞ്ഞ് നിർത്തിക്കളയുകയാണെങ്കിൽ നമുക്ക് ഒരിക്കലും ആ റിസൾട്ട് കിട്ടില്ല. അപ്പൊ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, നമ്മൾ സാധാരണയായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്ന ഭക്ഷണത്തിൽ തന്നെ മാറ്റങ്ങൾ വരുത്താനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾ ഇപ്പൊ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഭക്ഷണത്തിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റുന്നതാണ്. വളരെ കർശനമായിട്ടുള്ള ഡയറ്റ് ഒന്നും നമുക്ക് ആവശ്യമില്ല. പക്ഷെ നമുക്ക് ഡയറ്റിംഗ് വേണം. അനാവശ്യമായിട്ടുള്ള ബേക്കറി ഐറ്റംസ്, കൂടുതലായിട്ട് മധുര പലഹാരങ്ങൾ, ചോക്ലേറ്റ്, ഐസ്ക്രീം, ഇങ്ങനെ ഒരുപാട് മധുരത്തിന്റെ അളവ് കുറയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എക്സസൈസ് ആണ്. അത് എല്ലാവരും തന്നെ ചെയ്യുന്നുണ്ടാവും. നമ്മൾ ശരീരഭാരം കുറയ്ക്കാനായിട്ട് ശ്രമിക്കുമ്പം എല്ലാവരും എക്സസൈസ് ചെയ്യും. അത് ഒരു അരമണിക്കൂർ, 3/4 മണിക്കൂർ നിങ്ങളുടെ സമയക്രമം അനുസരിച്ച് ചെയ്യാനായിട്ട് നോക്കുക. ഇനി എല്ലാ ദിവസവും ചെയ്തില്ലെങ്കിൽ പോലും കുഴപ്പമില്ല. ആഴ്ചയിൽ ഒരു 3-4 ദിവസം നിങ്ങൾക്ക് പറ്റുന്ന പോലെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം നമ്മളുടെ ഈ ഒരു യാത്ര എന്ന് പറയുന്നത് ഒരു കുറച്ച് ദിവസത്തേക്ക് ഉള്ളതല്ല, കുറച്ചധികം ദിവസത്തേക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വെയിറ്റ് ലോസ് മനസ്സിൽ കാണേണ്ടത്. അപ്പൊ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് കുറച്ചധികം ദിവസം ചെയ്യാനുള്ളതാണ്. അതുകൊണ്ട് ആ ഒരു രീതിയിൽ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. പല ആൾക്കാരും നമ്മളുടെ അടുത്ത് വന്ന് പറയുന്ന ഒരു കാര്യമാണ്, വെയിറ്റ് ഒന്നും അധികമില്ല, പക്ഷെ വയറ് മാത്രം കുറച്ച് അധികമായിട്ട് കാണുന്നുണ്ട്, അത് കുറയ്ക്കാൻ എന്താ ചെയ്യാന്നുള്ളത്. പലപ്പോഴും ഈ ഒരു പ്രശ്നമാണ് മിക്ക ആളുകളെ അലട്ടുന്നത്. വെയിറ്റ് കുറഞ്ഞിട്ടും വയറ് മാത്രം കുറയുന്നില്ല എന്നുള്ള ഒരു കാര്യം. എന്തുകൊണ്ടാണ് ഇങ്ങനെ വയറ് കുറയാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവുന്നത് എന്നുള്ള കാര്യങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് നോക്കാം. ഒരുപാട് എക്സസൈസ് ചെയ്തിട്ടും ഡയറ്റ് ചെയ്തിട്ടും ഒക്കെ ഈ വയറ് മാത്രം കുറയാത്തതിന് മറ്റു ചില കാരണങ്ങൾ കൂടിയുണ്ട്. അതിൽ പ്രധാനമായിട്ടുള്ളതാണ് ശരീരത്തിൽ ഉണ്ടാവുന്ന ഇൻസുലിൻ റെസിസ്റ്റൻസ്. ചില രോഗാവസ്ഥയിൽ, ഇപ്പോൾ ഡയബറ്റിസ്, പ്രമേഹം, ഇതിലൊക്കെ നമ്മുടെ ശരീരത്തിൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ട്. അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് ഈ സെൻട്രൽ ഒബിസിറ്റി എന്ന് നമ്മൾ പറയും. അതാണ് നമ്മൾ ഈ വയറ് മാത്രം കുറച്ച് കൂടുതലായിട്ട് കാണുന്നു എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ചില രോഗങ്ങൾ ഈ ഒരു അവസ്ഥയിലേക്ക് നയിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ശരീരത്തിൽ ഉണ്ടാവുന്ന മറ്റ് ഹോർമോൺ വ്യതിയാനങ്ങൾ, ഇപ്പോ ഹോർമോണിന്റെ അസന്തുലിതാവസ്ഥ കൊണ്ട് ഉണ്ടാവുന്ന ചില അസുഖങ്ങൾ, നമ്മൾ പറയുകയാണെങ്കിൽ തൈറോയിഡിന്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക്, പിന്നെ സ്ത്രീകളിൽ ഉണ്ടാവുന്ന ഹോർമോൺ വ്യതിയാനം. ഇപ്പൊ മെനോപോസിന്റെ സമയത്ത് 50 വയസ്സൊക്കെ ആവുന്ന സമയത്ത് ഈസ്ട്രജന്റെ അളവ് നന്നായിട്ട് കുറയുന്നുണ്ട്. ഇനിയിപ്പോ PCOD പോലുള്ള രോഗാവസ്ഥകളിലാണെങ്കിൽ ഈസ്ട്രജന്റെ ഇംബാലൻസ് ആണ് ഉണ്ടാവുന്നത്. കറക്റ്റ് ആയിട്ടല്ല ഈസ്ട്രജന്റെ അളവ് ബോഡിയിൽ ഉണ്ടാവുക. അപ്പൊ ഇതിങ്ങനെ രണ്ട് രീതിയിലാണെങ്കിലും ഇതും ഈ പറഞ്ഞ ഈ സെൻട്രൽ ഒബിസിറ്റിക്ക് കാരണമാവുന്നുണ്ട്. ശരിയായിട്ടുള്ള രീതിയിൽ ഫാറ്റ് മെറ്റബോളിസം നടക്കാണ്ടാവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ സെൻട്രൽ ഒബിസിറ്റിക്ക് പ്രധാനമായിട്ടും 4 കാരണങ്ങളാണ്. ഒന്നാമത്തേത് ഇൻസുലിൻ റെസിസ്റ്റൻസ്, രണ്ടാമത്തേത് ഹോർമോണിന്റെ വ്യതിയാനം, മൂന്നാമത്തേത് ഡൈജഷൻ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, നാലാമത്തേത് ലിവറിന് ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ. ലിവറിന് പ്രശ്നമുള്ളവരിൽ, അല്ലെങ്കിൽ നമ്മൾ കൂടുതലായിട്ട് വയറ് ഉള്ള ആളുകളിൽ നമുക്കൊരു ലിവറിന് എന്തെങ്കിലും പ്രശ്നം നമ്മൾ സസ്പെക്ട് ചെയ്യേണ്ടിയിരിക്കുന്നു. അപ്പോൾ കൂടുതലായിട്ട് അടിവയറ്റിൽ കൊഴുപ്പുള്ള ആളുകൾ തീർച്ചയായിട്ടും ഇതുവരെ ഡോക്ടറെ ഒന്നും കണ്ടില്ലെങ്കിൽ ഒരു ഡോക്ടറെ കണ്ടിട്ട് നിങ്ങൾക്ക് വേറെ ശാരീരിക ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. നമുക്ക് ബ്ലഡ് ടെസ്റ്റ് ചെയ്താലും സ്കാനൊക്കെ ചെയ്ത് നോക്കിയാലൊക്കെ അതറിയാൻ പറ്റും. അപ്പൊ തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ നേരിട്ട് പോയി കാണാൻ മടി കാണിക്കരുത്. നമുക്ക് മറ്റ് അസുഖങ്ങളൊന്നും ഇല്ലാന്ന് ഉറപ്പുവരുത്താൻ അത് അത്യാവശ്യമാണ്. ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ മറികടക്കാനായിട്ട് 3 സിമ്പിൾ ആയിട്ടുള്ള ഹോം റെമഡീസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. ഇതിൽ ആദ്യത്തേത് ഉലുവയാണ്. ഉലുവ എങ്ങനെയാണ് ഈ കൊഴുപ്പ് കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നതെന്ന് നോക്കാം. ഉലുവ ശരീരത്തിലുള്ള ഇൻസുലിൻ റെസിസ്റ്റൻസിനെ ഓവർകം ചെയ്തിട്ട് ഈ അടിവയറ്റിലുള്ള കൊഴുപ്പ് നീക്കം ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പ്രമേഹം ഉള്ളവർക്കൊക്കെ ഉലുവ നല്ലതാണെന്ന് പറയുന്നത്. ഈ പ്രമേഹം രോഗാവസ്ഥയിലും ഇൻസുലിൻ റെസിസ്റ്റൻസ് കാണപ്പെടുന്നുണ്ട്. പ്രമേഹം ഉള്ളവരിൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാവുന്നുണ്ട്. അതുകൊണ്ടാണ് പ്രമേഹം ഉള്ളവർക്കൊക്കെ ഉലുവ നല്ലതാണെന്ന് പറയുന്നത്. അപ്പൊ ഉലുവ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് നോക്കാം.
1 ടീസ്പൂൺ ഉലുവ 1 ഗ്ലാസ് വെള്ളത്തിൽ രാത്രി കുതിർക്കാൻ ഇട്ട് വെക്കുക. എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ അതൊന്ന് ചൂടാക്കിയിട്ട് ആ വെള്ളം വെറും വയറ്റിൽ കുടിക്കുക. ഇത് നമുക്ക് ഇൻസുലിൻ റെസിസ്റ്റൻസ് കറക്റ്റ് ചെയ്യാനായിട്ട് സഹായിക്കും. കൂടാതെ നമുക്ക് ഉണ്ടാകുന്ന ഷുഗർ ക്രേവിങ്സ്, കൂടുതലായിട്ട് മധുരം കഴിക്കണം എന്നുള്ള തോന്നൽ കുറയ്ക്കാനും വയറ് സോഫ്റ്റ് ആക്കാനും അതുപോലെ നമ്മുടെ വിശപ്പ് കൺട്രോൾ ചെയ്യാനൊക്കെ ഈ ഉലുവ വെള്ളം രാവിലെ കുടിക്കുന്നത് സഹായിക്കും. ഇതൊരു 2-3 ആഴ്ച കുടിച്ച് കഴിയുമ്പോഴായിരിക്കും നിങ്ങൾക്ക് ഇതിന്റെ വ്യത്യാസം ശരിയായിട്ടുള്ള രീതിയിൽ മനസ്സിലാവുന്നത്. ഇനി രണ്ടാമത്തെ ഹോം റെമഡി നോക്കാം. ഇത് ഫ്ലാക്സ് സീഡ് ആണ്. ഫ്ലാക്സ് സീഡ് ഒരു 5-2 ഈസ്ട്രജൻ ആണ്. 5-2 ഈസ്ട്രജൻ എന്ന് പറയുന്നത് നമുക്ക് പ്ലാന്റ് സോഴ്സിൽ നിന്ന് കിട്ടുന്ന ഈസ്ട്രജൻ. അപ്പോൾ ഇത് ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ഹോർമോൺ ഗുളിക പോലത്തെ ഒന്നുമല്ല. ഇത് ആക്ച്വലി നമ്മുടെ ശരീരത്തിൽ ഈസ്ട്രജന്റെ അളവ് ബാലൻസ് ചെയ്യാനാണ് സഹായിക്കുന്നത്. ഇത് എങ്ങനെയാണ് കഴിക്കുന്നത് നോക്കാം. ഈസ്ട്രജൻ ബാലൻസ് ചെയ്യുന്നതിലൂടെ നമ്മൾ ഈ പറഞ്ഞ ഈ സെൻട്രൽ ഒബിസിറ്റി അതിനെ മറികടക്കാനായിട്ട് സഹായിക്കുകയാണ്. ഫ്ലാക്സ് സീഡ് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് നോക്കാം. ഇത് ആക്ച്വലി നമുക്കൊന്ന് റോസ്റ്റ് ചെയ്ത് ഒന്ന് വറുത്തിട്ട് ഇത് പൊടിച്ചു വെക്കാം. എന്നിട്ട് 1 ടീസ്പൂണ് നമുക്കൊരു ഉച്ച സമയത്ത് ചോറിന്റെ കൂടെ നമുക്കിത് കഴിക്കാവുന്നതാണ്. ഇതൊരു പൗഡറായിട്ട് ഒരു ചട്നി പൗഡർ പോലെ നമുക്ക് ചോറിന്റെ കൂടെ എല്ലാ ദിവസവും കഴിക്കാൻ പറ്റും. അങ്ങനെ നമ്മൾ ഫ്ലാക്സ് സീഡ് നമ്മുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. ഇനി മൂന്നാമത് പറയുന്നത് ജീരകത്തിനെ കുറിച്ചാണ്. ജീരകം ഇല്ലാതെ നമ്മളൊരു വെയിറ്റ് ലോസ് പ്രോഗ്രാം നമുക്ക് പറയാനായിട്ട് പറ്റില്ല. കാരണം ജീരകം അത്രയും ഹെൽപ്ഫുൾ ആണ് വെയിറ്റ് ലോസിൽ. ഇത് നമ്മുടെ ഡൈജഷൻ കറക്റ്റ് ചെയ്യാൻ വളരെ നല്ലതാണ്. മെറ്റബോളിസം മെച്ചപ്പെടുത്താനൊക്കെ സഹായിക്കുന്നതാണ് ജീരകം. ജീരകവെള്ളം ഉണ്ടാക്കിയിട്ട് കുടിക്കുക. ഇത് രാവിലെ വെറും വയറ്റിൽ കുടിക്കണമെന്നില്ല. രാവിലെ കുടിക്കാൻ നമുക്ക് ഉലുവയുടെ വെള്ളമുണ്ട്, പിന്നെ ഉച്ചയ്ക്ക് ഈ പറഞ്ഞ ഫ്ലാക്സ് സീഡ് ഉണ്ട്. ജീരകവെള്ളം നമുക്ക് ത്രൂ ഔട്ട് എപ്പോൾ വേണമെങ്കിലും കുടിക്കാൻ പറ്റുന്നതാണ്. അപ്പം നമ്മൾ ഇതുപോലെ ജീരകവെള്ളം ഉണ്ടാക്കി വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് കുടിക്കാനായിട്ട് ശ്രദ്ധിക്കാം. ഇപ്പം നമുക്ക് 3 സാധനങ്ങളാണ് നമ്മൾ പറഞ്ഞത്: ഉലുവ, ഫ്ലാക്സ് സീഡ്, ജീരകം. ഇത് മൂന്നും നമ്മൾ നമ്മുടെ ഡയറ്റിൽ ഈ പറഞ്ഞ വെയിറ്റ് ലോസ് ജേർണി, വെയിറ്റ് ലോസ് നിങ്ങൾ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂട്ടത്തിൽ ഈ 3 ദ്രവ്യങ്ങളും കൂടി ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങളുടെ വെയിറ്റ് ലോസ് കുറച്ചുകൂടി എളുപ്പമാവും. ഈ പറഞ്ഞിട്ടുള്ള വയറ്റിലുള്ള കൊഴുപ്പ് കുറയ്ക്കാനൊക്കെ വളരെ സഹായകരമാണ്. അപ്പം അതുകൂടി ഒന്ന് ചെയ്തു നോക്കുക. നിങ്ങളുടെ റിസൾട്ട്സ് അറിയിക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.